ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഇത് മൂത്ത മോൻ ഓസ്റ്റിൻ, ഇത് ജസ്റ്റിൻ, ഇത് ക്രിസ്ത്യൻ. എൻ്റെ പേര് ജിജോ, ഇതെൻ്റെ വൈഫ് അനിത. എനിക്ക് ഇവിടെ ബിസിനസ്സാണ്. ഞാനിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ മാമിനെ ഇല്ല. സ്വാഗതം സ്വാഗതം. വരിക. ഒരു ചെറിയ പോർച്ചുണ്ട്. അപ്പോൾ ഇതിൽ കയറി വരുമ്പോൾ ഒരു ഷൂസൊക്കെ ഇടാനും എല്ലാം ആയിട്ട് ഇവിടെ ഞങ്ങളൊരു ഷൂ റാക്കും പിന്നെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഫ്ലവറിൻ്റെ ഒരു പോട്ട് ഹാങ്ങിങ്ങും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം. ഓക്കെ, ഗസ്റ്റ് വന്നാൽ സ്വീകരിക്കാനും എല്ലാവരും മീറ്റ് ചെയ്യാനുള്ള പ്ലേസാണ്. ഇവിടെ ഞങ്ങൾ അധികം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. നമുക്ക് പുറകെ വേറൊരു ലിവിങ് റൂമും കൂടെ ഉള്ളതുകൊണ്ട് ഫോളോ യുവർ ഡ്രീംസ്. ഇതാണ് എവരിഡേ മോർണിംഗ് ഞാൻ ഇവിടെ വന്നു കഴിയുമ്പം ഞാൻ ഈ മിററിൽ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പം ഇതാണ് എൻ്റെ ആക്ച്വൽ ഫോളോ ആ ഡ്രീംസിലേക്കുള്ള ജേർണിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഞങ്ങളുടെ ഗ്യാരേജ് ആയിരുന്നു. ഇത് ഞങ്ങൾ കൺവേർട്ട് ചെയ്ത് സ്റ്റഡി കം ഓഫീസാക്കി. ഇവിടെ ഒരു നല്ല ലൈബ്രറി കളക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഇവിടുന്ന് ഹോംവർക്ക് ചെയ്യുന്നതും അവരുടെ ബുക്സും കാര്യങ്ങളൊക്കെയാണ്. എപ്പോഴും ഇത് മെസ്സായ കിടക്കുകളാണ്. അവർ ക്രിക്കറ്റിൻ്റെ സാധനവും എല്ലാം ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് മെസ്സായിട്ട് കിടക്കാറുള്ളൂ. ഇവിടെ ഞങ്ങളിങ്ങനെ കൺവേർട്ട് ചെയ്ത് സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എല്ലാം ഷൂ റാക്കാണ്. ഷൂ റാക്കും സ്റ്റോറേജും ആക്കിയെടുത്തു. ഇതാണ് ഞങ്ങളുടെ മോസ്റ്റ്ലി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ രണ്ട് റൂമിലാണ്. കൺസർവേറ്ററി ഇവിടെയാണ്. കൺസർവേറ്ററി ആയിരുന്നു അത് ഞങ്ങളിപ്പോൾ ചേഞ്ച് ചെയ്ത് ഓറഞ്ചറി ആക്കിയെടുത്തു. ഈ റൂമിനോളം വലിപ്പത്തിൽ. ഞങ്ങൾ ഓരോരോ ഫേവറേറ്റ് പ്ലേസ് അല്ലെ ഹോളിഡേ പിള്ളേരെ കൊണ്ടോ അല്ലെ എങ്ങനെ പോകുന്നു. അപ്പോൾ അവിടുന്ന് ഓരോ കളക്ഷൻസ് നമ്മൾ മാഗ്നറ്റ് എടുത്ത് നമ്മുടെ മെമ്മറിക്ക് വേണ്ടി ഇത് ചെയ്യും. അപ്പം നമ്മൾ കുറേ രാജ്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പം കുറേ പ്ലേസസ് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും ഒന്ന് കാണുക ഈ ആയുസുള്ള കുറേ ലിസ്റ്റ് ഉണ്ട്, ബക്കറ്റ് ലിസ്റ്റ്. പറ്റാവുന്നത്രയും ട്രാവൽ ചെയ്യുക, അതാണ് ഇഷ്ടം. ഓപ്പൺ കിച്ചൺ ആണ്. അവിടെ ആ സൈഡിൽ നേരത്തെ ഡൈനിങ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മാറ്റി ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും 3 ചെയറും ഉണ്ട്. പിന്നെ ഇവിടെ സാധനങ്ങളെല്ലാം ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഡിഷ് വാഷർ. ഇവിടെ ഇതിലേക്കൂടെ ഒരു യൂട്ടിലിറ്റി ഉണ്ട്. അവിടെയാണ് വാഷിംഗ് മെഷീനും അതെല്ലാം ഇരിക്കുന്നത്. അവിടെ ഒരു ഡൗൺ സ്റ്റേഴ്സ് ടോയ്ലറ്റും ഉണ്ട്. ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പേസാണ് എൻ്റെ കിച്ചണും ഓറഞ്ചറി. ഞങ്ങൾ അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. കാരണം TV കാണാനോ കുക്കിങ്ങോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഓൺവേഴ്സ് ഇവിടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ. ഗസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ അവിടെ എല്ലാവരും ഇരിക്കും, വർത്താനം പറയും, കുക്ക് ചെയ്യും. നമ്മൾ ഇവിടെ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും. പിന്നെ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ നാട്ടിലത്തെ പോലെ ഒരു ഫീലുണ്ട്. വെട്ടമുണ്ട്, ചെടികളും എല്ലാം ആയിട്ട് ഒരു ലൈവ്ലി അറ്റ്മോസ്ഫിയറാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കാനാണ് കൂടുതലും ഇഷ്ടം. ആ റൂമിലാണെല്ലാം അങ്ങനെ തണുപ്പത്ത് അധികം തണുപ്പോ അങ്ങനെയൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ ഓറഞ്ചറി. നമ്മളിവിടെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇഷ്ടം പോലെ എന്താ പറയുന്ന നാട്ടിലെ ചെമ്പരത്തി, കരിയേപ്പ്, നാട്ടിലെ മറ്റേ ബൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എവർഗ്രീൻ്റെ ഇതുണ്ട്. ചെമ്പരത്തിയിൽ ഇന്നലെ ഒരു പൂ ഉണ്ടായിരുന്നു, അതിപ്പോ ഇച്ചിരി വാടിപ്പോയി. പിന്നെ കരിയാപ്പുണ്ട്. പിന്നെ ബൊഗെയിൻവില്ലയുടെ 2-3 കളറുണ്ട്. പിന്നെ പനിക്കൂർക്കുണ്ട്. പിന്നെ ഇതിന്നെ കറ്റാർ വാഴ. അതിന് നല്ല കുറച്ച് ചെടികളുണ്ട്. കുറേയൊക്കെ പോയി. ഈ വെതറിൻ്റേതും ഒക്കെ ആയിട്ട് കുറേ പോയി. പിന്നെ 2-3 ടൈപ്പിലത്തെ മണി പ്ലാന്റ് ഉണ്ട്. ഞങ്ങൾക്കൊരു അതിൻ്റെ പേരെന്ന് വെച്ചാൽ പെപ്പ പിഗിൻ്റെ ഒരു ഫാമിലി ഉണ്ട്. പിള്ളേരും ഞാനും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന പ്ലേസാണ് എൻ്റെ ഗാർഡൻ. അപ്പം ഇതാണ് ബാക്ക് ഗാർഡൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിള്ളേർ കളിക്കും. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടാകുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും മെയിൻ്റെനൻസ് ഒന്നുമില്ല. ലോ മെയിൻ്റെനൻസ് ആണ്.
പിള്ളേർക്ക് കളിക്കാനും നല്ല ഇതാണ്. ഇഷ്ടംപോലെ പേരുണ്ട്. UK 3 ടൈപ്സ് ഹൗസസ് ഉണ്ട്. സെമി ഡിറ്റാച്ച്ഡ്, ഡിറ്റാച്ച്ഡ്, പിന്നെ ടെറസ്ഡ് ഹൗസ്ഡ്. ഇത് ഡിറ്റാച്ച്ഡ് ഹൗസ് ആണ്. ഇതിന് ഞങ്ങൾക്ക് 4 ബെഡ്റൂംസ് ഉണ്ട് അപ്സ്റ്റെയറിൽ. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഒരു എൻസ്യൂട്ട് ടോയ്ലറ്റും ഒരു ഷവർ റൂമും ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾ റീസെൻ്റ്ലി റീഫർബിഷ് ചെയ്ത് ഫുള്ള് ഫിറ്റഡ് വാർഡ്രോബ്സും എല്ലാം ആക്കിയതാണ്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, കുറച്ച് കബോർഡ്സ്. പിന്നെ ഇതാണ് മൂത്ത മോൻ്റെ റൂം. അവൻ വലിയൊരു ലിവർപൂൾ ഫാനാണ്. ഞങ്ങളുടെ ട്വിൻസിൻ്റെ ബെഡ്റൂമാണ്. ഒരു വലിയ ഫുട്ബോളിൻ്റെ ആൾക്കാരാണ്. ഒരു കുഞ്ഞിലേ തൊട്ട് ഞങ്ങൾ സെപ്പറേറ്റ്ലിയാണ് കിടത്തിയിരുന്നത്. നമ്മുടെ കൂടെ അങ്ങനെ കിടത്തിയിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് അവർ സെപ്പറേറ്റ് കിടക്കുന്നു. ഇത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇപ്പം ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്വരൂപം അത് നോക്കാൻ വേണ്ടി വന്നാണോ? ഇല്ല, കേട്ടില്ല.